പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം വാറൻ ബഫറ്റിനെ അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് വാറൻ ബഫറ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ ചാർലി മങ്കർ നമുക്ക് അത്ര പരിചയം പോരാ. അദ്ദേഹവും വലിയൊരു ഇൻവെസ്റ്ററാണ്. ബെർക്ക്ഷയർ ഹാത്വേയിലെ വാറൻ ബഫറ്റിൻ്റെ പങ്കാളി ദീർഘകാല സുഹൃത്തുമായത് ചാർലി മങ്കർ. പ്യുവർ ചാർലി ആൽമനാക്ക് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ എഴുത്തുകളുടെയും പ്രസംഗങ്ങളുടെയും ശേഖരമാണ്. ചാർലി മങ്കറിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹം പഠിക്കാനും തീരുമാനമെടുക്കാനും നല്ല ജീവിതം നയിക്കാനും വിജയകരമായ നിക്ഷേപകനാകാനുമുള്ള ഉപദേശം നൽകുന്ന അതെല്ലാം കൂടെ സംയോജിപ്പിച്ചൊരു ബുക്കാണ് പ്യുവർ ചാർലി ആൽമനാക്ക് എന്ന പുസ്തകം. ഇതിൻ്റെ ഓഥർ പീറ്റർ ഡി കൗഫ്മാനാണ് പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സദേൺ കാലിഫോർണിയയിലെ സർവകലാശാലയിൽ മങ്കർ നടത്തിയ സംഭാഷണങ്ങളുടെ പരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ബുക്ക്. ബിൽ ഗേറ്റ്സ് പറയുന്നത് ചാർലി മങ്കർ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ബ്രോഡസ്റ്റ് തിങ്കറാണെന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. ബഫറ്റ് പറയുന്നത് സ്മാർട്ട് ആൻഡ് വൈസർ പങ്കാളി എന്നാണ് വിളിക്കുന്നത്. ചാർലി മങ്കറും നമ്മുടെ ബഫറ്റും തമ്മിൽ അദ്ദേഹം ഒരു ക്ലോസ് ഫ്രണ്ട്സാണ്, ബിസിനസ് പാർട്ണറാണ്. രണ്ടുപേരും കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കും, വലിയ ഇൻവെസ്റ്റേഴ്സാണ്. ചാർലി മങ്കറിൻ്റെ 3 റൂൾസ് ഉണ്ട്. ബി എ റാഷണൽ തിങ്കർ, സീക്ക് മൾട്ടി ഡിസിപ്ലിനറി വിസ്ഡം, ലേൺ ടു ബി പേഷ്യൻറ്റ്. ചാർലി മങ്കറിൻ്റെ ഇൻവേർഷൻ തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവേർഷൻ. പ്രശ്ന പരിഹാരത്തോടുള്ള ചാർലിയുടെ സമീപനമാണ് ഇൻവേർഷൻ തിങ്കിങ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻവേർഷൻ. അവിടെ അദ്ദേഹം ഒരു പ്രശ്നം എടുത്തിട്ട് മറ്റൊരു കോണിൽ നോക്കാൻ അത് റിവേഴ്സ് ചെയ്യും. 2020 ഒരു സെമിനാറിൽ ചാർലി ഒരു ഉദാഹരണം പറഞ്ഞതുണ്ട്. ചാർലി 2ാം ലോക മഹായുദ്ധത്തിൽ കാലാവസ്ഥ നിരീക്ഷകനായിരുന്നു. അപ്പോൾ കാലാവസ്ഥാ ഭൂപടങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്നും കാലാവസ്ഥ പ്രവചിക്കാമെന്നും ചാർലിക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പം ചാർലി ആണെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പൈലറ്റുമാരെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് അനുവദിക്കുകയും അവിടെയുള്ള പ്രശ്നം റിവേഴ്സ് ചെയ്യുകയുമാണ്. ചാർലി അപ്പോൾ റിവേഴ്സ് പറഞ്ഞു, എനിക്ക് ഒരുപാട് പൈലറ്റുമാരെ കൊല്ലാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക. അതിനുള്ള എളുപ്പ വഴി എന്തായിരിക്കും? വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഐസിങ്ങിലേക്ക് വിമാനങ്ങൾ എത്തിക്കുകയോ പൈലറ്റിനെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ധനം തീർന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള ഏക മാർഗം. ഐസിങ്ങിലൂടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പൈലറ്റുമാരെ വിടാതിരിക്കുക, ഇന്ധനം നിറയ്ക്കുക. അങ്ങനെ ചെയ്താൽ ഒരു പൈലറ്റും മരിക്കുകയില്ല, അതുപോലെ അപകടം നടക്കുകയില്ല. ഈ തീരുമാനം ഒരു മികച്ച കാലാവസ്ഥ നിരീക്ഷകനാകാൻ ചാർലിയെ സഹായിച്ചു. അപ്പോൾ റിവേഴ്സ് തിങ്കിങ് ചെയ്താണ് അദ്ദേഹം അവിടെ സക്സസ് ആയത്. ഇത് നമ്മൾക്ക് ഷെയർ മാർക്കറ്റിലും പരീക്ഷിക്കാം. റിവാർഡ് പ്രതീക്ഷിക്കുന്നിടത്ത് അതിൻ്റെ റിവേഴ്സ് കാണുക, നമുക്ക് എത്ര ലോസ് വരും. അത് നമ്മൾ ആദ്യം അതിൻ്റെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം റിവാർഡ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് അതിലേക്ക് സക്സസ് ആകാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കരുത്, നിങ്ങൾക്ക് എന്താണ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുക. ചാർലിയുടെ വാക്കുകളാണ്. ഒബ്ജക്റ്റീവ് ആൻഡ് ചേഞ്ചിങ് വൺസ് മൈൻഡ്. വസ്തുനിഷ്ഠ ഒരാളുടെ മനസ്സ് മാറ്റലും. മികച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സത്യം അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നില്ല. സത്യം തിരിച്ചറിയുന്നത് പലപ്പോഴും വേദനജനകമാണ്. അത് നിങ്ങളുടെ മുൻ വിശ്വാസങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിരായേക്കാം. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് സ്വയം വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അതിന് 3 പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, സ്വയം വഞ്ചിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായിട്ട്, മറ്റ് അഭിപ്രായങ്ങൾ എളുപ്പത്തിൽ സ്വീകരിക്കുക. മറുപക്ഷത്തിൻ്റെ വാദങ്ങൾ മനഃപൂർവ്വം പരിഗണിക്കുക. വാസ്തവത്തിൽ മറുവശത്തുള്ള അഭിപ്രായങ്ങൾ അവർക്ക് കഴിയുന്നതിനേക്കാൾ നന്നായി പറയാൻ നമ്മൾ ശ്രമിക്കുക. മൂന്നാമതായിട്ട്, മറ്റ് കാഴ്ചപ്പാടുകൾ പരിഗണിച്ച ശേഷം നിങ്ങൾ പെട്ടെന്ന് മനസ്സ് മാറ്റണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആശയങ്ങൾ നശിപ്പിക്കാൻ തയ്യാറാക്കുക. പ്രാക്ടീസ് ഡൈവേർജൻറ്റ് ആൻഡ് കോൺട്രാറി തിങ്കിങ്. സോഷ്യൽ പ്രൂഫ് ബയസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ശരിയായ പെരുമാറ്റ രീതിയെക്കുറിച്ച് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ശരിയായ പെരുമാറ്റത്തെക്കുറിച്ച് സൂചനകൾക്ക് അവർ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കും, എന്നുവെച്ചാൽ ആ തീരുമാനങ്ങൾ എടുക്കും. അതിനാണ് സോഷ്യൽ പ്രൂഫ് ബയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സോഷ്യൽ പ്രൂഫ് ബയസ് ചെയ്യാറുണ്ടെന്ന് സ്വയം ഒന്ന് നിരീക്ഷിക്കാം. മങ്കറും ബഫറ്റും അവരുടെ സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇത് പതിവായിട്ട് പരിശീലിക്കുന്നു. എല്ലാവരെയും പോലെ ഒരേ നിക്ഷേപ രീതികൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിർവചനം അനുസരിച്ച് നിങ്ങൾക്ക് ശരാശരി വരുമാനം മാത്രമേ ലഭിക്കൂ. മികച്ച വരുമാനം നേടുന്ന നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതുണ്ട്. നോ യുവർ സർക്കിൾ ഓഫ് കോമ്പറ്റൻസ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ എന്താണ് നല്ലതെന്നും എന്താണ് മോശമായതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മങ്കർ ഇതിനെ സർക്കിൾ ഓഫ് കോമ്പറ്റൻസ് എന്ന് വിളിക്കുന്നു.
നിങ്ങളുടെ ബൗണ്ടറി എവിടെയാണെന്ന് അറിയുക. സർക്കിളിന് പുറത്ത് കടക്കരുത്. അതിനെക്കുറിച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് അറിയുന്നത് ബ്രില്യൻറ്റിനേക്കാൾ പ്രയോജനകരമാണ്. ആളുകൾ മിടുക്കരാകാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് വിഡ്ഢിയാകാതിരിക്കാനാണ്. പക്ഷേ അത് മിക്ക ആളുകൾക്കും കരുതുന്നതിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്വന്തം അഭിരുചികൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. മറ്റുള്ളവർക്ക് അഭിരുചിയുള്ള ഗെയിമുകൾ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കും. എന്താണ് ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് ചാർലി മൻഗറിനും വാറൻ ബഫറ്റിനും. അതുകൊണ്ട് ഔട്ട്സൈഡ് ദ സർക്കിൾ അവർ പോകാറില്ല. ഉദാഹരണത്തിന് നിക്ഷേപത്തിനായി അവർക്ക് 3 ബാസ്ക്കറ്റ് ഉണ്ട്. ഒന്ന് യെസ്, നോ ആൻഡ് ടു ടഫ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് 3 ബാസ്ക്കറ്റുകൾ. അപ്പം മങ്കർ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഡൊമിനൻ്റ് ബിസിനസ് ഇതൊക്കെ ആദ്യത്തെ ബക്കറ്റിൽ യെസ് ബക്കറ്റിലിടുന്നു. ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി പോലുള്ള ബിസിനസ്സുകൾ അത് ടു ടഫ് ടു അണ്ടർസ്റ്റാൻഡ് ബക്കറ്റിലേക്ക് ഇടുന്നു. സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ചിപ്പുകളുടെ ബിസിനസ്സൊക്കെ ഇവരുടെ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ട് അവയെ പൂർണ്ണമായിട്ട് അവർ ഒഴിവാക്കുന്നു. പിന്നെ ഹോട്ട് ഡീൽസ്, IPOs ഒക്കെ ഉണ്ട്. അതവർ നോ ബക്കറ്റിലോട്ട് ഇടുന്നു. മറ്റുള്ള തെറ്റുകളിൽ നിന്ന് ക്രിയാത്മകമായിട്ട് പഠിക്കുക. അതിന് പറയുന്നൊരിതുണ്ട്. മങ്കറും ബഫറ്റും നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് ഒരു കാരണം. മറ്റുള്ള ഭയാനകമായ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കാനും അതേ വിധിയിൽ നിന്ന് സ്വയം രക്ഷിക്കാനും കഴിയും. ക്യാരക്ടർ ആൻഡ് ലിവിങ് എ ഗുഡ് ലൈഫ്, അതിന് കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഹാവ് ലോ എക്സ്പെക്റ്റേഷൻ, ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ, സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹത്തോടു കൂടെ നിർത്തുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജീവിതശൈലി കണ്ടെത്തുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അർഹിക്കാൻ ശ്രമിക്കുക, സ്വയം സഹതാപം ഒഴിവാക്കുക. അത് നമുക്ക് വിപരീത ഫലമാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ സഹതപിക്കുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾക്ക് ചുറ്റും ആയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കരുത്. കന്യാദാനം ചെയ്യുക. അതിന് അസിഡ്യൂട്ടി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് വരെ നിങ്ങൾ കഴുതപ്പുറത്തിരിക്കുക എന്നാണ്. കുഴപ്പങ്ങൾ മുൻകൂട്ടി കാണുക, അതെങ്ങനെ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കോൺസ്റ്റൻറ്റ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. വാറൻ ബഫറ്റും ചാർലിയും ധാരാളം ബുക്സ് വായിക്കാറുണ്ട്. ചൂസിങ് എ കരിയർ, നിങ്ങൾ സ്വയം വാങ്ങാത്ത ഒന്നും വിൽക്കരുത്. നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാത്ത ആർക്കും വേണ്ടി പ്രവർത്തിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായി മാത്രം പ്രവർത്തിക്കുക. ഓൾഡ് ഏജ്, അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. വാർദ്ധക്യത്തിലെ ഏറ്റവും മികച്ച കവചം അതിനു മുമ്പുള്ള നല്ല ജീവിതമാണ്. ഉപകാരപ്രദമായ അറിവ്, മാന്യമായ പ്രവർത്തികൾ, പുണ്യത്തിൻ്റെ പ്രയോഗം എന്നിവയിൽ ജോലി ചെയ്യുന്ന ജീവിതം. യൗവനം മുതൽ സ്വയം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്നവൻ പ്രായത്തിൽ അവയിൽ ഏറ്റവും സന്തോഷകരമായി ബലം കൊയ്യും. ഇവ ഒരിക്കലും ഒരു മനുഷ്യനെ വിട്ടുപോകാത്തതിനാൽ മാത്രമല്ല, നമ്മുടെ ജീവിതം നന്നായി ചെലവഴിച്ചു എന്ന് സാക്ഷ്യം വഹിക്കുന്നു. ചാർലിയുടെ കുറച്ച് നല്ല വാക്കുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വായിക്കാത്ത ജ്ഞാനികളെ എനിക്കറിയില്ല. വാറൻ എത്ര വായിക്കുന്നു, ഞാൻ എത്ര വായിക്കുന്നു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. എൻ്റെ കുട്ടികൾ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ 2 കാലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പുസ്തകമാണെന്ന് അവർ കരുതുന്നു. ചാർലിയുടെ വാക്കുകളാണ്. ജീവിതത്തിൽ ഉയർച്ച നേടിയവരെക്കുറിച്ച് ചാർലി പറയുന്നു. അവർ വലിയ മിടുക്കന്മാരൊന്നുമല്ല, അവർ വലിയ ഉത്സാഹമുള്ളവരുമല്ല, പക്ഷേ അവർ ദിവസവും ലേണിംഗ് മെഷീനാണ്. അവർ രാവിലെ എഴുന്നേറ്റ ശേഷം എന്തെങ്കിലും കുറച്ച് ജ്ഞാനം നേടിയ ശേഷമേ കിടക്കാൻ പോകൂ. നിങ്ങൾക്ക് അറിയാത്തത് അറിയുന്നത് മിടുക്കനാകുന്നതിനേക്കാൾ പ്രയോജനകരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ പോലും യാഥാർത്ഥ്യം തിരിച്ചറിയുക, പ്രത്യേകിച്ചും നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്തപ്പോൾ. നിരവധി തെറ്റുകൾ വരുത്താതെ നിങ്ങൾക്ക് മതിയായ ജീവിതം നയിക്കാൻ ഒരു വഴിയുമില്ല. വാർദ്ധക്യത്തിലെ ഏറ്റവും മികച്ച കവചം അതിനു മുമ്പുള്ള നല്ല ജീവിതമാണ്. നിങ്ങൾ സുഹൃത്തുക്കളെ പോലെ ക്ലയൻറ്റുകളെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കറിയാത്തതിനെ അംഗീകരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഉദയമാണ്. നിങ്ങൾ പിന്തുടരുന്നത് ജ്ഞാനമാണെങ്കിൽ നിങ്ങളുടെ വായനയിൽ നിങ്ങൾ ധാരാളം സമയം ചെലവഴിക്കാൻ പോവുകയാണ്. ഈ ബുക്കിൻ്റെ നല്ല കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.